ഞാൻ ഈ റോഡിന് തൊട്ട് മേളിൽ താമസിക്കുന്ന ഈ റോഡ് നേരത്തെ കിടന്ന അനുസരിച്ച് കിടക്കുകയായിരുന്നുണ്ടെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് വരില്ല. ഇപ്പൊ ഈ റോഡ് ഇത്രയും വശക്കിടക്കിട്ടേക്കുന്ന ഈ കോൺട്രാക്ട് എടുത്തവനെ അതിന് ശക്തമായി ഇതിനെ ഞങ്ങൾ ഈ ജനങ്ങൾ പ്രതികരിച്ചോ പറ്റുള്ളൂ. MLA ഇവിടെ വന്നപ്പോ MLA ഞാൻ വിളിച്ച് പ്രത്യേകിച്ച് അകത്ത് കയറിയെന്ന് ഞാൻ പറഞ്ഞു. MLA സാധ്യത MLA പറയുന്നത് MLA ഫോൺ വിളിച്ചിട്ടാണ് ഫോൺ എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. ഈ നാട്ടുകാർ വെറും മണ്ടന്മാരാന്നുള്ള ധാരണയാണ്. അത് വെറും വിട്ടികളാക്കുവാണ്. അല്ല ഇവര് മാത്രമല്ല ഇവിടുത്തെ കോൺട്രാക്ടർ, അല്ല വേറെ ആരും ഇവിടുത്തെ കോൺട്രാക്ടർ. ഇത് കാണിക്കുന്ന ഈ ജനങ്ങളോട് കാണിക്കുന്ന എന്തോ ബുദ്ധിമുട്ടാ. 6-7 മാസമായി നേരത്തെ കിടന്ന പോലെ കിടക്കായിരുന്നു, ഇത്രയും പ്രശ്നം വരുന്നില്ല. ഈ കിടക്ക് ഇവിടെ താമസിക്കുന്ന ജനങ്ങൾ മൊത്തം മണ്ടന്മാരാകും ബുദ്ധിമാനും വന്നാണ് ധരിക്കുന്നത്. ഇവിടെ MLA ഇവിടെ നേരത്തെ വരാൻ നേരത്തെ ഒരു 2 ലോഡ് മണലും 2 ലോഡ് മെറ്റലും കൊണ്ടിൽ അവിടെ കൊണ്ടിട്ടുണ്ട്. ആരെ കാണിക്കാനാ? ആർക്ക് വേണ്ടി ചെയ്യുന്ന ഇന്ന് ജനങ്ങൾ വെറും മോശക്കാരാണ്. MLA വരെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെന്നാ പറയുന്നത്. ഒരുപാട് പണി ഈയിടെ ലോഡും കൊണ്ടുവന്നൊരു വണ്ടി ഇവിടെ മറിഞ്ഞ് 4 കാലം കിടക്കുമായിരുന്നു. ഞങ്ങൾ 5-10 ജനങ്ങളൂടെ ചെന്നാൽ കെട്ടിവെച്ച ആ വണ്ടി കയറ്റിവിട്ടത്. 2 വീലറുകാർ സ്ഥിരം വീഴുക പെമ്പിള്ളേർ. ഈ കാണിക്കുന്ന എന്തൊരു തോന്നിയ മാസം ഇത് എത്ര മാസമായി? 1 മാസം കൊണ്ട് തീർക്കേണ്ട പണിയായത്. ഫണ്ടില്ലെന്നോ കാശില്ലെന്നൊക്കെയാണ് പറയുന്നത്. അത് ചെയ്യാനുള്ള പൈസ ഇല്ലെന്നാണ് പറയുന്നത്. ഇത് വലിച്ചു മാറ്റിയിടേണ്ട കാര്യം എന്തുവാ? അങ്ങനെ ജനങ്ങൾ പോയാനല്ലോ. ഭയങ്കര കഷ്ടം, പറയാൻ അവതരിപ്പിക്കാൻ പറ്റാത്ത കഷ്ടം, അത്രയ്ക്ക് വലിയ കഷ്ടം. അത് എത്രയും പെട്ടെന്ന് നമുക്ക് ഈ റോഡ് നിന്ന് ശരിയാക്കി കിട്ടണം. അല്ലെങ്കിൽ എടുത്ത കുടി നികത്തി തരണം. അതാ ചെയ്യേണ്ടത്. ഒരൊറ്റ ഇത് 6 ഇഞ്ച് കനത്തിലെ ഇതിന്റെ വീതി കൂട്ടേണ്ടത്. ആ അത് 3 ഇഞ്ച് പോലും കനത്തില്ല. അതാ ഇരിക്കുന്ന കല്ല് മൊത്തം ആ സൈഡിൽ ഇരിക്കുന്ന മൊത്തം ഇരിക്കുക. അവർക്ക് എന്ത് വാങ്ങും എന്നുള്ള ധാരണയായി കൊണ്ടിട്ട് കാശില്ലാതെ മറക്കെടുക്കരുത്. അതാ ചെയ്യേണ്ടത്. എൻ്റെ പേര് ബാബു ചാക്കോ. ഈ റോഡ് ഇതിങ്ങനെ വെട്ടിപ്പൊളിച്ച് ഇങ്ങനെ ഇട്ടിരിക്കുന്ന നിമിത്തം കൊണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ കുഞ്ഞ് ഇതുപോലെ റോഡിൽ നിന്ന് മറിഞ്ഞ് വീണ് കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇട്ടേക്കുമായിരുന്നു. ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് കിടക്കും. ഈ റോഡ് ഇങ്ങനെ ഇട്ടിട്ട് ഒത്തിരി സ്കൂട്ടറിൽ നിന്ന് വീണതാണ്. അത് നമുക്ക് വെച്ചോണ്ടിരിക്കുന്ന കുഞ്ഞ് ഇപ്പം പെട്ടെന്ന് കഴിഞ്ഞത് കൊണ്ട് പോകാതെ നിൽക്കുക. അതുകൊണ്ട് ഈ റോഡ് ഇങ്ങനെ ഇട്ടേക്കുന്നതുകൊണ്ട് ഭയങ്കര ഒരു ഇതാണ്. എങ്ങനെയെങ്കിലും ഇത് ഞങ്ങൾക്ക് ഈ റോഡ് ചെയ്ത് തന്നേ പറ്റത്തുള്ളൂ. കാരണം ഞങ്ങളുടെ ഈ നാട്ടുകാരുടെ മൊത്തം എണ്ണത്തിൻ്റെ ഒരു ആവശ്യമാണിത്. ഒരു 5-6 മാസം കൊണ്ട് ഇത് മൊത്തവും വെട്ടിപ്പൊളിച്ച് ഈ രീതിയിലാക്കി ഇട്ടിരിക്കുന്നത്. വെട്ടിപ്പൊളിച്ചില്ലായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങൾക്ക് സൈഡ് ഒതുങ്ങിയെങ്കിലും പോകാമായിരുന്നു. ഇതും പറ്റത്തില്ല. മൊത്തം വെട്ടിപ്പൊളിച്ച് ചെയ്യാവുന്ന പരമാവധി ഇത് ചെയ്ത് നാശം ചെയ്ത് തന്നെയാണ് ഇവർ ഇതിട്ടിരിക്കുന്നത്. മോളിങ്ങോട്ട് സ്കൂട്ടറിന് വേറെ വണ്ടി വന്നപ്പോൾ അതിന് സൈഡ് കൊടുത്തതാണ്. ആ കൊടുത്ത സൈഡ് കൊടുക്കാനില്ലാതായി. ഇപ്പം അങ്ങനെ അത് മറിഞ്ഞടിച്ചാണ്ട് കിഴക്ക് കുറേ അങ്ങോട്ട് പോകുന്നിടത്തൊരു വലിയൊരു വീടിൻ്റെ അടിവശത്താണ് വീണെന്ന്. ഭാഗ്യം കൊണ്ടാണ് കുഞ്ഞ് രക്ഷപ്പെട്ടത്. കൈയും കാലും ആകെ പൊട്ടി പറഞ്ഞു കോന്നി മെഡിക്കൽ കോളേജിൽ അന്ന് നെഞ്ചടിച്ച് വീണ് എല്ലാ ദിവസവും എന്നല്ലേ ഏതേലും തരത്തിൽ ഇവിടെ അപകടങ്ങൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുവാണ് ഈ റോഡ് നിമിത്തം. ഇതിങ്ങനെ ഈ വെട്ടിപ്പൊളിച്ച് ഇട്ടേക്കുന്നത് കൊണ്ടാണ് ഇത് ഇത്രയും അപകടം പറ്റിപ്പോയേക്കുന്നത്. 5-6 മാസത്തിൽ കൂടുതലായി ഇവർ ഇതുപോലെ ഇത് വെട്ടിപ്പൊളിച്ച് ഈ രീതിയിലാക്കി ഇട്ടേക്കുക. 2 വണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു നമുക്ക് സൈഡ് കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങോട്ടും കൊടുക്കാം ഇങ്ങോട്ടും കൊടുക്കാം. പക്ഷേ അതേ അവസ്ഥയാണിത്. ആ അവസ്ഥയിലാക്കി ഇട്ടേക്കുവാണ്. എൻ്റെ പേര് റാണി. 8-9 വർഷക്കാലമായിട്ട് യാതൊരു മെയിൻ്റനൻസോ ഒന്നുമില്ലാതെ കിടക്കുന്ന ഒരു റോഡാണ്. ഇവിടുന്ന് ആ വട്ടവൺ ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം 1 കിലോമീറ്റർ റോഡ്. അവിടെ നിന്ന് കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഏകദേശം 6 മാസത്തിന് മുമ്പ് MLA ഒരു 45 ലക്ഷം രൂപ ഈ റോഡിൻ്റെ പണിക്ക് വേണ്ടി അനുവദിച്ചെന്ന് പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഈ ഐറിഷ് റോഡയ്ക്ക് വേണ്ടി മാന്തി കുഴിച്ചിട്ടേക്കുന്നു. അത് ഇപ്പോൾ 5-6 മാസം കഴിഞ്ഞു. ഇവിടെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളമെല്ലാം ഒലിച്ച് താഴെ ആ കരുമാന്തോട് പാലത്തിൽ വന്ന് അടിയുക. അപ്പോൾ അവിടുന്ന് ഒരു യാത്ര വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇത് പല ആവർത്തി നമ്മൾ ഇതിൻ്റെ കോൺട്രാക്ടറോട് പോയി സംസാരിച്ചെങ്കിലും ഇദ്ദേഹം അത് കേട്ട ഒരു ലക്ഷണം പോലും കാണിക്കാത്തൊരു അവസ്ഥയാണ് കാണുന്നത്. കഴിഞ്ഞ 30 വർഷമായിട്ട് ഇവിടെ ഈ പഞ്ചായത്ത് പണികളും ജില്ലാ പഞ്ചായത്തിൻ്റെയും വർക്കുകൾ പലതും ഇദ്ദേഹം ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഒന്നും പൂർത്തീകരിച്ചിട്ടില്ല ഇന്നേ ദിവസം വരെ. ഈ 30 വർഷത്തിനോടെ ഇതെന്തായാലും വളരെ അടിയന്തരമായിട്ട് ഇതിന് നടപടി എടുക്കേണ്ടതായിട്ടുണ്ട്. അതെടുത്തില്ലെങ്കിൽ ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരെയും സംഘടിപ്പിച്ച് ഒരു സമരപരിപാടി ആസൂത്രണം ചെയ്യാനാണ്. ഈ നാട്ടിലെ ഈ റോഡ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ റോഡിന് ആവശ്യമായ ആൾക്കാരെ കൂട്ടി. കാരണം ഈ റോഡ് പുരാതനമായ ആലുവാങ്കുടി ശിവക്ഷേത്രത്തിലോട്ട് പോകുന്ന ഒരു റോഡാണ്. അവിടെ ഈ മാസ പൂജയുണ്ട്. ഏകദേശം ഈ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നും അനേകം ആളുകൾ ഇതിൽ സഞ്ചരിക്കുന്ന ഒരു റോഡാണ്. അത് വിവിധ തരത്തിലുള്ള വാഹനങ്ങളാണ് ഇത് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വാഹനം വന്നാൽ 2 ഓട്ടോറിക്ഷ അടുപ്പിച്ച് പോയാൽ സൈഡ് കൊടുക്കാൻ ഇവിടെ സംവിധാനമില്ല. നിത്യം ബൈക്കുകാർ ഈ കുഴിയിലേക്ക്, അത് പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഏറ്റവും വലിയ കുഴപ്പങ്ങളുണ്ട്. ഒരു വാഹനങ്ങൾ കയറിപ്പോയാൽ അവർക്കൊന്ന് സൈഡ് മാറി കുഞ്ഞു കുട്ടികൾക്ക് നിൽക്കാനൊരു സംവിധാനമില്ല. ഏകദേശം 100ഓളം കുഞ്ഞുങ്ങൾ നടന്ന് ഇവിടെ ഈ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കും. നമ്മൾ നേരിൽ കാണുന്ന ഇന്ന് തന്നെ ഇവിടെ ഒരു 100 കണക്കിന് വാഹനങ്ങളാണ് ഇതിലെ പോയിക്കൊണ്ടിരുന്നത്.
അതിൽ 4-5 കാറുകൾ ഇവിടെ വന്ന് സൈഡ് കൊടുത്ത് ഈ കുഴിയിലേക്ക് ചാടി ഇവിടെ വരുന്ന ആൾക്കാർ അത് തള്ളി ഉന്തി കയറ്റി വിടേണ്ട ഒരു സംവിധാനം ഇന്നുണ്ടായി. ഈ കോൺട്രാക്ട് വളരെയധികം നിരുത്തരവാദിത്വമായിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ പല പണികളും അദ്ദേഹം മുടക്കിയിട്ടൊരു സംവിധാനം ഉണ്ടായി. ഇവിടെ ഈ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല കുഴി എന്ന് പറഞ്ഞാൽ 1 അടി കുഴിയോളം ഏകദേശം വരും, അതിൽ കൂടുതലുള്ളതുണ്ട്. ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ചെയ്തിട്ടാണ്. അതിനുശേഷം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വന്ന് 2 ആളിനെ വിട്ട് ഇതിനകത്ത് വലിയ വലിയ കുഴികളുണ്ടായിരുന്നു. 1.5-2 അടി ഉള്ള കുഴി 2 ബംഗാളികളാണെന്ന് തോന്നുന്നു 2 പണിക്കാരെ വിട്ടതിട്ട് ആ കുഴി നികത്തി ഒന്നിട്ടു. കാര്യം ആൾക്കാർ പോകുന്നിടത്ത് നാളെ പണി തുടങ്ങുക എന്നൊരു ഇത് വരുത്തി തീർക്കാൻ വേണ്ടി. അത് രാഷ്ട്രീയം. അത് ഈ ഒന്നാമത്തെ കാര്യം ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നിടത്തല്ലെങ്കിൽ പോലും മേളിലോട്ട് വലിയ DR ഉണ്ട്. ഈ കുഴി വെള്ളം താഴെ ആ DR എല്ലാം ഇടിഞ്ഞു പോകാനൊരു സംവിധാനമുണ്ട്. അങ്ങനെ പോയാൽ അത് ഞങ്ങൾ തൂമ്പാക്കുളത്തുള്ള ഏകദേശം 240ഓളം വീടുകളുണ്ട്. ആ 240 വീടുകൾക്ക് ഏക ആശ്രയം ഈ ഒരു റോഡാണ്. അത് പക്ഷേ അത് അടിയന്തരമായിട്ട് ചെയ്യാനുള്ള നടപടി എടുക്കണം എന്നാവശ്യപ്പെടുക. എൻ്റെ പേര് ബിജു മാത്യു, വാർഡിന്റെ മെമ്പറാണ്. ഈ റോഡില് 7 മാസക്കാലമായി ഈ വർക്ക് ആരംഭിച്ചിട്ട് ഇത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ വികസന ഫണ്ട് അതിൽ നിന്നും 45 ലക്ഷം രൂപ അനുവദിച്ച MLA ഫണ്ടിൽ നിന്ന് 45 ലക്ഷം രൂപ അനുവദിച്ചതാണ്. ഇതിന്റെ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകാതെ കിടക്കുന്നത് കോൺട്രാക്ടറുടെ ഉപയോഗക്കുറവ് മൂലമാണ്. അദ്ദേഹത്തിന് നമ്മൾ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. അത് അന്നേരം ഫോണിൽ കൂടെയും അല്ലെങ്കിൽ ഞങ്ങൾ 1-2 തവണ പുള്ളിയെ നേരിട്ട് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഇനിയിപ്പം എത്രയും പെട്ടെന്ന് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓരോ തവണ നമ്മൾ ചെന്ന് കാണുമ്പോഴും കുറച്ച് ഭാഗങ്ങൾ ചെയ്തു തരും, ബാക്കി പിന്നെ ചെയ്യും. അങ്ങനെ നാട്ടുകാരും എല്ലാം വളരെ ദുരിതപൂർണമാണ് ഈ റോഡിൽ കൂടെയുള്ള സഞ്ചാരത്തിന്. തീർച്ചയായിട്ടും അടിയന്തരമായിട്ട് ഇടപെടൽ ഉണ്ടാകും. ഇനി മുന്നോട്ട് എത്രയും പെട്ടെന്ന് ബാക്കി വർക്കുകൾ ചെയ്ത് പൂർത്തീകരിക്കാൻ വേണ്ട എല്ലാ നടപടികളും എൻ്റെ ഭാഗത്തു നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും കോൺട്രാക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. പേര് ലീനാദേവ്, വാർഡ് 5-ാം വാർഡ്. ചേട്ടാ, ഈ റോഡ് ഏകദേശം ഒരു 6 മാസത്തിന് മേളിലായി ഇതുപോലെ കുഴിച്ചിട്ടിട്ട്. അന്ന് ഈ കോൺട്രാക്ടറോട് ചോദിച്ചപ്പോൾ ഉടനെ പണി നടക്കുന്നു, ഉടനെ പണി ചെയ്യും. ഇത് കുഴിച്ചിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അതുപോലെ തന്നെ ഈ ഇലക്ഷൻ സമയത്ത് MLA വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് 2 പേരെ ഇട്ടിട്ട് ഇവിടെ മണ്ണും മാന്തി ഒരു ഇറ്റാച്ചിയും കൊണ്ട് അവിടെ ഇട്ടു. ഞങ്ങളെ MLA എല്ലാം ഒരു കഴുതയാക്കി. ആ രീതിയിൽ ആ പുള്ളിയുടെ നീക്കം. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് റോഡ് പണിതാണ്. പുള്ളിയോട് ചോദിച്ചാൽ പുള്ളി പറഞ്ഞാൽ ഞാൻ കല്ല് തണ്ട അവിടെ കൊണ്ട് നിങ്ങൾ നോക്കിക്കാണാൻ അതുകൊണ്ട് കല്ലുണ്ട്. ഈ കുഴിയിരിക്കുന്ന കല്ല കോൺക്രീറ്റ് ചെയ്താൽ അതിന് മേളിൽ ഇരിക്കുക കല്ല്. ആ കല്ല് ഇളക്കിയിട്ടില്ല. അവിടെ സൈഡിൽ മൊത്തം കല്ലിരിക്കുക. അതൊന്നും ഇളക്കാതാണ് ഈ കുഴി എടുത്തിട്ടേക്കുന്നത്. പുള്ളിയോട് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു പുള്ളിക്ക് ഫണ്ടില്ല അതിനെന്ന്. ഞങ്ങൾ തുമ്പാക്കുളക്കാരും പറഞ്ഞിട്ടില്ല പുള്ളിയോട് കോൺടാക്ട് എടുക്കാൻ. പുള്ളിയുടെ സന്തോഷത്തിന് കോൺടാക്ട് എടുത്താൽ ഇപ്പോൾ ഫണ്ടില്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അറിയേണ്ട ജോലിയില്ല. ഞങ്ങൾക്ക് റോഡ് നല്ല വൃത്തിയാക്കി തരണം, അല്ലെങ്കിൽ പണിയുന്നില്ല. ഞങ്ങൾക്ക് ഇത് ലെവലാക്കി തരണം. ഞങ്ങൾക്ക് വണ്ടിയും കൊണ്ട് പോകണം. ഞാൻ 2-3 ഫോട്ടോ ഞങ്ങൾ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഇവിടെ വന്ന് വണ്ടി പൊക്കി വിട്ടത്. ഞങ്ങൾ ഈ കട്ടണത് ചാടി പൊക്കോളും. പക്ഷേ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ ഈ കുഴി ഞങ്ങൾക്ക് നികത്തി തരണം. ഫണ്ടില്ല എന്തോ നമുക്കറിയത്തില്ല. ഈ MLA വരുന്ന കണ്ടോണ്ട് ഈ പുള്ളി 2 പേരെ വിട്ട് അന്ന് മാന്തിയായത്. ഈ ഇലക്ഷൻ പ്രമാണിച്ച് പുള്ളി വോട്ടിന് വേണ്ടി ഇവിടെ വന്നതാണ്. അന്ന് 2 പേരെ ഇട്ട് ഇവിടെ മാന്തി വെച്ചു. പുള്ളി നോക്കിയപ്പോൾ കണ്ട റോഡ് പണി നടക്കുന്നുണ്ട്. പുള്ളി പോവുകയും ചെയ്തു. പുള്ളി അപ്പോൾ 24 മണിക്കൂർ ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. പുള്ളി വാട്ടിനെ പോവുകയും ചെയ്തു. ഇത് കോൺട്രാക്റ്റും പോയി. എൻ്റെ വണ്ടിയിൽ ഒരു വണ്ടി പോകാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ ഇതിൻ്റെ സ്ഥിതി അറിയണമെങ്കിൽ ഇത് ബേപ്പോട്ട് പോയി നോക്കണം. മനസ്സിലായോ? പിന്നെ വലിയ ജീപ്പൊക്കെ വരുവാണെങ്കിൽ ഞങ്ങൾക്ക് അവർ സൈഡ് തരും. ആ വലിയ വീലുള്ള വണ്ടിയാണ് ഇതിനകത്തോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. 4 അങ്ങോട്ട് റൂട്ടാണ്, മെയിൻ റൂട്ടാണ് ഇത്. ഇത് ആൾക്കാർക്ക് പോകാൻ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ കാർ കൊണ്ടൊക്കെ നല്ല വില കൂടിയ കാറും കൊണ്ടൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോഴാണ് അനുഭവിക്കുന്ന ആൾക്കാർ. എൻ്റെ പേര് പ്രേംകുമാർ. 6 മാസം മുമ്പേ ഇത് വെട്ടിക്കുഴിച്ച് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഈ കാന പറിച്ചിരിക്കുന്ന ഓരോ ഇടത്തും ഈ ഇതിനകത്ത് മൊത്തം കല്ലും കുറ്റിയും മൊത്തം ഇരിപ്പുണ്ട്. അതൊന്നും എടുക്കാതെ കൊണ്ടാണ് ഈ കോൺക്രീറ്റ് ചെയ്യാനെ കൊണ്ട് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ കോൺട്രാക്ടറെ പിന്നെ ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല. ഈ വെട്ടിക്കുഴിച്ചിട്ടിട്ട് പോവുകയാണ്. ഞങ്ങളിവിടെ കിടന്ന് ദുരിതം അനുഭവിക്കുക. 2 ഓട്ടോ റിക്ഷകൾ വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല. ആ കുഴിയിൽ ചാടി അവിടെ കിടക്കുക. വലിയ ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ കുറേ മെറ്റൽ കൊണ്ടൊന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് ആ റോഡിൽ നടുക്ക്. ഇത് ഇങ്ങനെ ഇവിടെ കിടക്കുന്നേ ഉള്ളൂ. കോൺട്രാക്ടറെ കണ്ടിട്ടുമില്ല. ഇതെന്തുവാണെന്നുള്ള ഒന്നും അറിയത്തില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ റോഡ് റെഡി ആക്കി കിട്ടണം.